പി.ജെ. ജോസഫ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്തവണ പാർലമെന്റിലേക്ക് മത്സരിക്കുമെന്ന് കട്ടായം പറഞ്ഞിറങ്ങിയിരിക്കുന്നത് വെറുതെയല്ല. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ പിളർത്താൻ തന്നെയാണ്. കേരള കോൺഗ്രസ് അല്ലേ വളരുകയോ പിളരുകയോ ചെയ്യട്ടെ, ആർക്കു ഛേദമെന്നാണോ? അല്ലെങ്കിലും രാഷ്ട്ര സേവനത്തെക്കാൾ സാമുദായിക സാമ്പത്തിക ലക്ഷ്യങ്ങളാണ് ആ പാർട്ടിയെ വളർത്തുന്നതും പിളർത്തുന്നതുമെന്ന് നമ്മൾ പണ്ടേ കണ്ടും കേട്ടുമറിഞ്ഞതാണ്. പക്ഷേ കേരളത്തിന്, കേരള കോൺഗ്രസിനെ കൊണ്ട് ഇനി വല്ല പ്രയോജനവും ഉണ്ടോ എന്ന് വോട്ടർമാർക്ക് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ് മുന്നിലുള്ളത്. അതുകൊണ്ട് എന്തിനാണ് കേരള കോൺഗ്രസിനുള്ളിലെ ഈ പിടപ്പെന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നാം അറിയണം. കാരണം ഈ ആമാശയ പരവേശങ്ങൾക്ക് പൊതുജനം ബാധ്യത ഏൽക്കണം. ഇതുകൊണ്ട് കേരള കോൺഗ്രസ് അയഞ്ഞു എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല. കേരള കോൺഗ്രസിന് ഒരു സീറ്റും കൂടി ആവശ്യമാണ്. അത് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. പിന്നെ 5-ാം തീയതിയോടുകൂടി ഞങ്ങൾ ചർച്ച തുടരും. അപ്പോൾ ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തതൊന്നുമില്ല. ഞങ്ങളെല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് അതിനിടയിൽ ആവശ്യമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് അതിന് രമ്യമായ പരിഹാരം ഉണ്ടാകും. നിങ്ങൾ ഉണ്ടാക്കാതെ ഇത്തവണ 2 സീറ്റ് വേണമെന്നാണ് കെ.എം. മാണി അയഞ്ഞും പി.ജെ. ജോസഫ് മുറുകിയും കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടത്. കിട്ടില്ലെന്ന് 100% ഉറപ്പുള്ള കാര്യം ചോദിക്കാൻ മാണി നിർബന്ധിതനാവുകയായിരുന്നു. കിട്ടുമെന്നുറപ്പുള്ള ഏക സീറ്റിൽ ജോസഫ് കണ്ണുവച്ചിട്ടുണ്ടെന്ന് മാനത്ത് കണ്ട മാണിക്ക് 2 സീറ്റ് ചോദിക്കാതെ തരമില്ലാതായി. 1.5 വർഷം മുമ്പ് കോട്ടയം MP ആയിരുന്ന ജോസ് കെ മാണി രാജിവെച്ച് രാജ്യസഭയിൽ ചേക്കേറിയതാണ്. ഒന്നുകൂടി കോട്ടയത്ത് മത്സരിച്ചാൽ കോൺഗ്രസുകാർ കാലുവാരിയാലോ എന്നതായിരുന്നു ആ മാറ്റത്തിന് കാരണമായ ശങ്ക. അങ്ങനെ കാലുവാരപ്പെട്ട് അധികാരസ്ഥാനമില്ലാതായാൽ പാർട്ടിയിലെ മാണി കഷണത്തിന്റെ നേതാവെന്ന പദവി പോലും കൈമോശം വരുമെന്ന് ഏത് കേരള കോൺഗ്രസുകാരനും അറിയാം. അങ്ങനെ റിസ്ക് ഒഴിവാക്കാൻ മണ്ഡലത്തെ അനാഥമാക്കിയ ജോസ് കെ മാണി പക്ഷേ തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ പിന്നെയും മോഹവിവശനായി. കോട്ടയം കൈവിടാതെ കുടുംബത്തിൽ നിന്നൊരാൾ തന്നെ മത്സരിക്കട്ടെ എന്ന മട്ടിലേക്ക് ആലോചനകൾ നീണ്ടപ്പോൾ ജോസഫ് ഇടഞ്ഞു. മത്സരിക്കാനില്ലെന്ന് നിഷ ജോസ് കെ മാണിക്ക് പരസ്യമായി പറയേണ്ടിയും വന്നു. സീറ്റ് കുടുംബത്തിന് പുറത്തു പോയാലും ഗ്രൂപ്പിന് പുറത്തു പോകരുതെന്ന മാണിയുടെ മോഹമാണ് ഇപ്പോൾ പാർട്ടിയെ പിളർപ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ കെ.എം. മാണിയുടെ കീശയിലല്ല ഇപ്പോൾ കേരള കോൺഗ്രസ് മാണിയിലെ സോ കോൾഡ് മാണി വിഭാഗം. അവരിപ്പോൾ മോൻ ജോസിന്റെ അണികളാണ്. ഒരു കൊച്ചു കുടുംബം, അവരുടെ ഒരു കൊച്ചു പാർട്ടി. പാർട്ടിക്കുള്ളിലും പാർലമെന്ററി രംഗത്തും കിട്ടുന്ന സ്ഥാനമാനങ്ങളെല്ലാം ആ കൊച്ചു കുടുംബത്തിനും അവരുടെ ആശ്രിതർക്കും. ഇതാണ് ജോസ് കെ മാണിയുടെ തിയറി. വലിയ പാർട്ടി കൊണ്ടു നടക്കാൻ വയ്യ, എല്ലായിടത്തും നോട്ടമെത്തില്ല, എല്ലാവർക്കും സ്ഥാനം കൊടുക്കാനുള്ള വകയും കയ്യിലില്ല. ജോസഫിനെയും മോൻസിനെയും, എന്തിനേറെ മാണിയുടെ മനസാക്ഷി CF തോമസിനെ പോലും ഒരു ബാധ്യതയായാണ് ജോസ് കെ മാണി കാണുന്നത്. ജോസഫിനെയും ഒപ്പമുള്ളവരെയും പുകച്ചു പുറത്തു ചാടിച്ചാൽ തൻ്റെ കുടുംബ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതാണ് ജോസ് കെ മാണിയുടെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടൽ പിഴയ്ക്കാനും ചില സാധ്യതകളുണ്ട്. പാർട്ടി സീറ്റ് തന്നാൽ മത്സരിക്കും. അല്ല, പാർട്ടിയിൽ പിന്നെ നമ്മൾ റിക്വസ്റ്റ് വയ്ക്കും. അങ്ങനെയാണല്ലോ എപ്പോഴും. 3-7 സീറ്റായാലും കുഴപ്പമില്ല. ഇടുക്കി, കോട്ടയം, ചാലക്കുടി ഇതിലേതു സീറ്റിൽ വേണമെങ്കിലും മത്സരിക്കാൻ കച്ചകെട്ടിയാണ് പി.ജെ. ജോസഫ് തൊടുപുഴയിൽ നിന്ന് വണ്ടി കയറിയിരിക്കുന്നത്. അതൊരു കാഞ്ഞ ബുദ്ധിയാണ്. കേരള കോൺഗ്രസിനെ UDF ഒറ്റ സീറ്റിൽ കെട്ടുമെന്നറിയാം. അങ്ങനെയെങ്കിൽ ആ സീറ്റ് കോട്ടയം തന്നെ ആവണമെന്നില്ലെന്നതാണ് ജോസഫ് കോൺഗ്രസിന് കൊടുക്കുന്ന സന്ദേശം. സീറ്റ് തനിക്കാവണം, കോട്ടയം വേണമെന്നുമില്ലെന്നത് കോൺഗ്രസിനെ മോഹിപ്പിക്കുന്ന വാഗ്ദാനമാണ്. കോട്ടയത്തെ കോൺഗ്രസുകാർക്ക് ആ നീക്കം ആവേശം പകരും. ചിലപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ കളത്തിലിറങ്ങും. ഇടുക്കി ജോസഫിന് കൊടുത്താൽ ജോസഫും പരിവാരങ്ങളും കോലര കൊട്ടിയ പോലെ കൂടെ നിൽക്കും. അല്ലെങ്കിലും ആപത്ത് കാലത്ത് ഒപ്പം നിന്നത് മാണിസാറല്ല പി.ജെ. ആണെന്ന ബോധ്യം കോൺഗ്രസിനുണ്ട്. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം പിളരും. പിളർപ്പാണ് ജോസ് കെ മാണി ആഗ്രഹിക്കുന്നത്, പിളർപ്പാണ് ജോസഫ് ആഗ്രഹിക്കുന്നത്, പിളർപ്പാണ് കോൺഗ്രസും ആഗ്രഹിക്കുന്നത്. എന്നാൽ പിന്നെ അങ്ങ് പിളർന്നാൽ എന്താണ്? പിളർന്നാൽ 2 കേരള കോൺഗ്രസും UDFിൽ തന്നെ നിൽക്കും. ജോസഫ് ഉറപ്പായും നിൽക്കും. കാരണം എങ്ങാനും ജയിച്ചാൽ തൊടുപുഴയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിക്കാൻ മറ്റാരെയുമല്ല, മകൻ അപ്പുവിനെ തന്നെയാണ് ജോസഫ് കണ്ടുവച്ചിരിക്കുന്നത് അത്രേ. അങ്ങനെ മാണിയുടെ കുടുംബത്തിലും സന്തോഷം, ജോസഫിൻ്റെ കുടുംബത്തിലും സന്തോഷം. ഇതാണ് സത്യത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസിനുള്ളിൽ നമ്മൾ കാണുന്ന കലാപ കോലാഹലം. അവശിഷ്ട നേതാക്കൾ ആർക്കൊപ്പം നിൽക്കും എന്നതാണ് കാണേണ്ടത്. മാണി സാറിനെ അംഗീകരിക്കും പോലെ മോൻ ജോസിനെ നേതാവാക്കാൻ പഴയ മാണിക്കാരിൽ പലർക്കും താല്പര്യമില്ല. കോൺഗ്രസിന്റെ അനുകൂല നിലപാട് ജോസഫിന് മേൽക്കൈ കൊടുക്കും. എന്തു സംഭവിച്ചാലും UDFിനൊപ്പം നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ജോസഫ് സ്ഥാനാർത്ഥി കുപ്പായം അണിയുന്നത്. അതും അണികളെ ജോസഫിനൊപ്പം ഉറപ്പിച്ചു നിർത്തും. ഇപ്പോൾ നടക്കുന്നത് ജോസഫും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഒരു കണ്ണിറുക്കിക്കളിയാണെന്നറിയാവുന്നതുകൊണ്ടാണ്
ഇടതുമുന്നണിയോ CPM ജോസഫിന്റെ കലാപത്തിന് ചെവി കൊടുക്കാത്തത്? ജോസഫിന്റെ പാഴ്വെടി പോരാ, ഒറിജിനൽ വെടി പൊട്ടട്ടെ എന്നാണല്ലോ കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞത്. കേരള കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര സംഘർഷമാണ് കാരണം. അത് UDF-നകത്തുള്ള ആഭ്യന്തര കുഴപ്പമാണ് ഇതിന് കാരണം. കേരള കോൺഗ്രസ് മുമ്പ് മത്സരിച്ച അത്രയും സീറ്റുകൾ 2 മുന്നണിയിലായി മത്സരിച്ച കാലത്ത് 2 സീറ്റ് ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസിനകത്ത് നിൽക്കുന്ന UDF ഒന്നിച്ച് നിൽക്കുന്ന കാലത്ത് 3 സീറ്റും 2 സീറ്റും കിട്ടിയിരുന്നു. ഇപ്പോൾ ആ പരിഗണന കിട്ടുന്നില്ല എന്നാണ് ജോസഫിൻ്റെ പരാതി ന്യായമാണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ജോസഫാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും ഇന്ന് അദ്ദേഹം മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. ഇനിയിപ്പോൾ ഇലക്ഷന് കുറച്ച് സമയമേ ഉള്ളൂ. അധികം കാത്തു നിൽക്കാതെ വേഗം പിളരുന്നതാണ് ജോസഫിനും ജോസ് കെ മാണിക്കും നല്ലത്. തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്ക് എല്ലാം ഒന്ന് കലങ്ങിത്തെളിയാനുള്ള സമയം വേണമല്ലോ. കേരള കോൺഗ്രസുമായിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സീറ്റുകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തു. കേരള കോൺഗ്രസിൻ്റെ ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുകയുണ്ടായി. പൊതുവായി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു അന്തരീക്ഷമാണ് നിലവിലുള്ളത്. ഞങ്ങൾ കുറേ കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്തു. ചർച്ചകൾ പൂർത്തിയായിട്ടില്ല. ഇനിയും 5-ാം തീയതി വൈകിട്ട് എറണാകുളത്ത് വെച്ച് തന്നെ ആലുവയിൽ വെച്ച് ബാക്കി ചർച്ചകളുണ്ടാകും. വളരെ സൗഹാർദ്ദപരമായിട്ടാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. 5-ാം തീയതിയോടുകൂടി ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എന്ത് പ്രഹസനമാണിത് ജോസ് കെ മാണി എന്ന് ചോദിക്കാൻ UDF-ൽ ആളില്ലേ? അടി അവസാനിക്കണമെങ്കിൽ ആകെ കിട്ടുന്ന ഒരു സീറ്റ് ജോസഫിന് കൊടുക്കാൻ മാണി സാറും മോനും കൂടി തീരുമാനിക്കണം. അത്രയ്ക്ക് ദാനശീലമൊക്കെ മാണി സാറിനുണ്ടോ? കാത്തിരുന്ന് കാണണം. പക്ഷേ ഇമ്മാതിരി ജനാധിപത്യ കച്ചവടത്തിന് കൂട്ടുനിൽക്കണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കണം. കോട്ടയത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജോസ് കെ മാണി മണ്ഡലം ഉപേക്ഷിച്ച് രാജ്യസഭയിലേക്ക് പോകേണ്ടിയിരുന്നോ? MLA സ്ഥാനം ഉപേക്ഷിച്ച് ജോസഫ് പാർലമെന്റിലേക്ക് മത്സരിക്കണോ? ജോസ് കെ മാണിയുടെ ഭാര്യയും ജോസഫിന്റെ മകനുമൊക്കെയാണോ തെരഞ്ഞെടുപ്പ് ചിത്രത്തിലേക്ക് വരേണ്ടത്? കേരള കോൺഗ്രസിൽ വേറെ നേതാക്കളില്ലേ? അല്ലെങ്കിൽ തന്നെ എന്താണ് സമകാലിക രാഷ്ട്രീയത്തിൽ മാണി കോൺഗ്രസിന്റെ പ്രസക്തി?